ഇടുക്കി പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട കെഎസ്ആർടിസി ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. എൻഫോഴ്സ്മെന്റ് ആർടിഒ കെ രാജീവ്, വണ്ടിപ്പെരിയാർ ജോയിന്റ് ആർടിഒ ടി.എം. ഇബ്രാഹിംകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്നും വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഏത് ഗിയറിലാണ് ഇറക്കമിറങ്ങിയതെന്ന് പരിശോധിക്കും. ഇത് അപകടത്തിന് വഴിയൊരുക്കിയോ എന്നറിയാൻ വാഹനത്തിന്റെ വീൽ അഴിച്ച് പരിശോധന നടത്തും. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഇന്നലെ പുലർച്ചെയാണ് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂർക്ക് തീർത്ഥയാത്ര പോയ KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. 4 പേർ മരിക്കുകയും ചെയ്തു. 34 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 3 ജീവനക്കാരും ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ അപകടത്തിൻ്റെ കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ടത് ആണ് എന്നാണ് ഡ്രൈവറുടെ ഒരു മൊഴി. അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് ഈ വാഹനം പരിശോധിച്ചത്. ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ വാഹനത്തിന് ബ്രേക്ക് ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്പീഡ് ഗവർണർ അടക്കമുള്ള മറ്റ് ഉപകരണങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏത് ഗിയറിലാണ് ഈ വാഹനം ഇറങ്ങി വന്നത് എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരുത്താനാണ് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ഈ പരിശോധനകളെല്ലാം നടത്തിയത്. പ്രധാനമായും ഈ വാഹനത്തിൻ്റെ വീലുകൾ സഹിതം അഴിച്ചു മാറ്റി പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ നൽകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ആർടിഒ കെ രാജീവ്, വണ്ടിപ്പെരിയാർ ജോയിന്റ് ആർടിഒ ടി.എം. ഇബ്രാഹിംകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന എല്ലാം നടത്തിയത്. മൊത്തത്തിലുള്ളൊരു പ്രിലിമിനറി റിപ്പോർട്ട് ഇന്നലെ ഞങ്ങളുടെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഡ്രം അഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. വീലഴിച്ച് അത് ഇവിടെ ഇട്ട് അഴിച്ച് പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പിന്നെ ഒരു പൊൻകുന്നം ഡിപ്പോയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അതുകൂടി അഴിച്ച് പരിശോധിച്ചിട്ട് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ തരും. ഇറങ്ങി വരുന്നതിനിടെ ക്രാഷ് ബാരിയർ തകർത്ത് വാഹനം 30 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 30 അടി താഴ്ചയിലേക്ക് പതിച്ചത് അതിൻ്റെ ാണ് ഈ മരിച്ചവരിൽ ഏറെയും എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു വശം പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ആ ഫലം അറിയാൻ സാധിക്കും. ഇത് അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുക. എന്തായാലും ഈ കുട്ടിക്കാനം ഈ പാതയിൽ പീരുമേട് മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗം ഒരു ഭാഗം കൊക്കയാണ്. അഗാധമായ ഗർത്തമുള്ള ഭാഗമാണ്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും കൊടും വളവുകളുമുള്ള പ്രദേശമാണ്. ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളും നിരവധി വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ഈ ബസ് ഇപ്പോൾ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ, പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിന് സമീപത്താണ് ഉള്ളത്. കൂടുതൽ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും കടക്കുക. പെരുവന്താനത്ത് നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.